അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം രണ്ടും കൽപ്പിച്ച് അതാ സിനാനും കൂട്ടുകാരനും ഇറങ്ങുന്നു. എടാ ഇനി വൈകിക്കണ്ട കേട്ടോ, സമയം ഏറെക്കുറെ ഇരുട്ടി കഴിഞ്ഞു. എന്തൊക്കെ തന്നെയാലും നമുക്ക് വേഗം അതെടുക്കുക, കൊണ്ടുപോയി കൊടുക്കുക, അതേ നടക്കുള്ളൂ. സിനാന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കണ്ണടച്ചാലും തുറന്നാലും തൻ്റെ മുസ്തിനെയാണ് കൺമുമ്പിൽ. അല്ലാ പഠിച്ചോനെ, ഇനിയും വൈകിപ്പിക്കില്ലല്ലാ. എൻ്റെ തെറ്റുകളും നിരപരാധിത്വവും എല്ലാം അവരുടെ മുമ്പിൽ എനിക്ക് തുറന്നു പറയണം. എനിക്കെൻ്റെ പെണ്ണിനെ തിരിച്ചു കിട്ടണം. അതുമാത്രമാണല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ മനസ്സിൽ അപ്പോഴും അത് മാത്രമായിരുന്നു. അവർ രണ്ടുപേരും അതാ അങ്ങോട്ട് പോകുന്നു. സമയം ഏറെക്കുറെ ഇരുട്ടിക്കഴിഞ്ഞു. ഒരുവിധം ആളുകളെല്ലാം പോയി കഴിഞ്ഞു. അത്ര വലിയ അങ്ങാടിയിലൊന്നുമല്ല സംഭവം. അത് അവനെ കൃത്യമായിട്ടറിയാം. എടാ നീ മറന്നിട്ടൊന്നുമില്ലല്ലോ? ഏയ് എങ്ങനെ മറക്കാനാടാ, ഞാൻ അപ്പോഴത്തെ ആവേശത്തിലേ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും പൊന്നു മോനെ. പടച്ചോൻ്റെ കാവൽ അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം അപ്പുറവും പോലീസ് ഇപ്പുറവും പോലീസ്, മൊത്തത്തിൽ ഒന്നാമത് ഇപ്പോഴത്തെ ലഹരിയും കാര്യങ്ങളും കഞ്ചാവും ഇതൊക്കെ ആയിട്ടേ ചെക്കന്മാരും വലിയ ആൾക്കാരും കുട്ടികളും എല്ലാം അതിൽ പെട്ടുപോയിക്കല്ലേ. അപ്പം പിന്നെ അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം അവർ ആ ഭാഗത്തെത്തുന്നു. എടാ അതാ ആ ലെഫ്റ്റ് സൈഡിലാണ് കണ്ടോ, അവിടെ പണി നടക്കുന്ന ഒരു ബിൽഡിങ്. പിന്നെ എടാ പണി നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പകൽ സമയങ്ങളിലൊക്കെ അവരെങ്ങാനും ആ ഒരു നീ ഒളിപ്പിച്ച് വെച്ച ആ ഒരു മെറ്റലെങ്ങാനും ചട്ടിയിലേക്ക് കോരിയിട്ട് വല്ല ആവശ്യത്തിന് കോൺക്രീറ്റിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്താടാ നീ ഇങ്ങനെ? എടാ ഞാൻ പഠിച്ച റബ്ബിൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ച് പോയത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അതിനും വലിയ കാവൽക്കാരൻ ആരാ? ഏത് വലിയ പോലീസുകാരനാണെങ്കിലും റബ്ബിൻ്റെ കാവലുണ്ടെങ്കിൽ അതാ നൈസായിട്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. കാരണം എന്താ, റബ്ബിൻ്റെ കാവലുണ്ട്, ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തൊക്കെ തന്നെയാലും അല്ലാ വലിയൊരു ഇതിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ജസീലിൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. റബ്ബേ പഠിച്ചോനെ, സിനാന് പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. റബ്ബേ അല്ലാ, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. റഹ്മാനെ അള്ളാഹുവേ, ഒരിക്കലും നീ എന്നെ കൈവിടില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. അല്ലാ. ജസീലിന് ശരിക്കും ഭയമുണ്ടായിരുന്നു. കാരണം അത്രക്കും വലിയൊരു സ്വത്താണത്. ഹേയ് അഥവാ അതങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനൊരു കള്ളനായി മാറും. അതെനിക്കറിയാം. വളരെയധികം ഭയത്തോടു കൂടിയും അത്യാവശ്യം ടെൻഷനോട് കൂടിയും അതാ ജസീലെ വാഹനം ആ ഭാഗത്തേക്ക് പാർക്ക് ചെയ്യുന്നു. എടാ ഇവിടെയാണോ? ദാ ഇവിടെ തന്നെ. ഈ മെറ്റലിൽ ഈ ഒരു മൺകൂലലിന് അതിൻ്റെ ഇടതുഭാഗം കുറച്ചങ്ങ് നീക്കി കഴിഞ്ഞാൽ അല്ലാതൊരു വഴിയില്ലായിരുന്നടാ. അതങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലേ പഠിച്ച റബ്ബേ. എന്തൊക്കെ തന്നെയായാലും ആദ്യം ജസീൽ തന്നെ അതാ അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആ മെറ്റലുകൾ കൂട്ടിയിട്ട ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ശരിക്കും മെറ്റൽ നീങ്ങിയ പോലെ അവൻ അനുഭവപ്പെട്ടു. ഒരു നിമിഷം അവൻ്റെ കണ്ണൊന്ന് തള്ളിപ്പോയി. അല്ലാ എൻ്റെ റബ്ബേ പഠിച്ചോനെ അല്ലാ. സിനാനും അതാ നടന്നു വരുന്നു. അവൻ ദയനീയമായി സിനാൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റിയടാ? ഇത് മെറ്റലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇത് കണ്ടപ്പോഴേ ആകെ പെട്ടെന്ന് തന്നെ ജസീൽ അവൻ്റെ കൈകൾ കൊണ്ട് ആ ഒരു മെറ്റലുകൾ നീക്കിക്കൊണ്ടിരുന്നു. റബ്ബേ അല്ലാ. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ആ സമയത്ത് ആ നിമിഷം എന്താണ് ചെയ്തതെന്ന് ഓർമ്മ പോലുമില്ല. ഒരു ഭാഗത്തുനിന്ന് മെറ്റൽ വാരിയിട്ട് അതിനുള്ളിലേക്ക് ആ ഒരു ആഭരണത്തിൻ്റെ ആ ഒരു ബാഗ് അങ്ങോട്ട് വെച്ച് വാരിയിടുകയായിരുന്നു. അത് ഏത് ഭാഗമാണെന്ന് പോലും കറക്റ്റ് അറിയാതെ അവൻ ഒരു നിമിഷം എന്തോ ചിന്തയിലകപ്പെട്ടു. അല്ലാ യാ ബസീറേ അല്ലാ. പഠിച്ചോനെ ഏത് ഭാഗത്താണ്? ഒരുപാട് മെറ്റലുണ്ട്, അതിൻ്റെ സ്ഥലം മാറിയോ? ഒരു നിമിഷം അവൻ ഭയപ്പെട്ടു. അല്ലാ യാ ബസീറേ അല്ലാ. സാധാരണയായി എന്തെങ്കിലുമൊക്കെ കാണാതില്ലാതാകുമ്പോൾ ചൊല്ലുന്ന ആ ഒരു ദിക്റ് എന്തൊക്കെ മറഞ്ഞു കിടക്കുകയാണെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് അല്ലാ ആ ഒരു കാഴ്ച അതെനിക്ക് നീ കൊണ്ടല്ലാ. എവിടെയാണ് നിനക്കത് കാണുവാൻ കഴിവുണ്ട് റഹ്മാനെ. സൃഷ്ടികളായ അതിന് കഴിവില്ലല്ലാ. നീ പെട്ടെന്ന് കാണിച്ചു കൊണ്ടാ. പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സിൽ ആ ഒരു ഭാഗം തെളിഞ്ഞു വന്നു. അല്ലാ. അവൻ പെട്ടെന്ന് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ ഒരു മെറ്റലുകൾ അല്പമങ്ങ് നീക്കിയപ്പോൾ തന്നെ അതാ ആ നീല കളറുള്ള ബാഗ് കാണുന്നു. ഓ അല്ലാ അൽഹംദുലില്ലാ. അവനാകെ വിയർത്തൊഴുകിയിരുന്നു. സിനാൻ ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ വിയർത്തൊഴുകിയത്? ഇല്ലടാ,
ബാഗുകൾ അതിനുള്ളിൽ നിന്ന് വലിച്ചെടുത്തു. ദേ ആരെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് നോക്കട്ടെ കേട്ടോ. അതിലൂടെ അതാ ഇടയ്ക്കിടെ ഓരോ ബൈക്കും കാറും ഒക്കെ പോകുന്നു. പഠിച്ചോനെ, ഓ എടാ സാധനമൊക്കെ ഉണ്ടോ നോക്ക്. അവനൊന്ന് തുറന്നു നോക്കി. ബോക്സ് കാണുന്നുണ്ട്, പ്രശ്നമല്ല, വാ പോകാം. അവർ രണ്ടുപേരും അതാ ആ ഒരു വാഹനത്തിലേക്ക് ആ ഒരു ബാഗ് കൊണ്ടു ഇടുന്നു. ഡിക്കിയിലൊന്നും വെക്കണ്ട കേട്ടോ, സീറ്റ് തന്നെ കയ്യിൽ പിടിക്കാം, അതായിരിക്കും നല്ലത്. ജസീൽ ഡ്രൈവ് ചെയ്യുന്നു. സിനാൻ അത് മടിയിൽ വെക്കുന്നു. ആ നിമിഷവും അവനോർത്തു, റബ്ബേ എൻ്റെ പെണ്ണിനെ അറബി ഉമ്മ സമ്മാനിച്ചതാണത്. റഹ്മാനെ, ഇത് അള്ളാഹ് അവളുടെ കൈകളിൽ തിരികെ എത്തിക്കണം. എടാ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോഴത്തെ കാലല്ലേ. അതെടുത്തിട്ട് വേറെ വല്ലതും വെച്ച് പോയിക്കണോ അതോ? എടാ ഒന്നോ അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ. ഞാനത് പറഞ്ഞ പോലെ തന്നെ ഞാനത് വെച്ച സ്ഥലം തന്നെയാണ്. ഒരു നിമിഷം ഞാൻ ഭയന്നു കേട്ടോ, കാരണം പഠിച്ചോനെ എന്തായിത്തീരും എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴേ എന്തൊരു ഇതാണോ. ഞാനിടാ എന്തൊക്കെ തന്നെയാലും എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പറയും, അള്ളാഹ് യാ ബസീർ, അള്ളാഹ് കാഴ്ചയുള്ളവനെ. ആ ഒരു നിമിഷം അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ ആ ഒരു നിമിഷങ്ങൾക്കകം പല വെട്ടങ്ങളിലായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ഞാൻ ആ ബാഗ് ഒരു നിമിഷം പരതി നോക്കി, എനിക്കിങ്ങോട്ട് വെച്ച സ്ഥലം കറക്റ്റായിട്ട് ഇങ്ങോട്ട് ക്ലിയർ ആകുന്നില്ലായിരുന്നു. അതിങ്ങോട്ട് ചെല്ലുമ്പോൾ പൊന്നു മോനെ ഇതാ അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് തന്നെ അതവിടെ ഉണ്ടായിരുന്നു. എടാ പഠിച്ചവനോട് പറഞ്ഞാൽ എല്ലാം എളുപ്പമാണല്ലേ? അതേടാ, ഞാൻ ഒരു നിമിഷം വിചാരിച്ചു പോവും, പഠിച്ചവന് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. നമ്മൾ ആരോട് പറയും നമ്മളെ വിഷമങ്ങൾ? നമ്മളുടെ എല്ലാവരും കേൾക്കാനും നമ്മളത് വിഷമങ്ങൾ കേൾക്കാനും നമ്മളെ ദുഃഖങ്ങളും ഒക്കെ കേൾക്കാനും പറയാനൊക്കെ പടച്ച റബ്ബുണ്ടല്ലോ. സിനാൻ പറഞ്ഞു. അതേടാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? എന്തൊക്കെ തന്നെ ആയാലും പടച്ച റബ്ബ് കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. എടാ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താലോ? എന്നാലേ നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ അവർ ആളൊഴിഞ്ഞ ആ ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ എടാ ഇങ്ങനെയാകുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടാലേ അത് പുറത്തേക്ക് ശരിക്കും എന്നാൽ തൽക്കാലം കയ്യിൽ തന്നെ പിടിക്കാം. എടാ നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ അതാ അവർ രണ്ടുപേരും ജസീലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ജസീലിൻ്റെ റൂമിലേക്ക് അവർ രണ്ടുപേരും പോകുമ്പോൾ ഉമ്മ ചോദിച്ചു, മക്കളെ ഭക്ഷണം കഴിച്ചില്ലല്ലോ? ദാ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. ആ ഉമ്മ ഞങ്ങൾ വരാം. അവർ രണ്ടുപേരും വാതിലടച്ചു, കുറ്റിയിട്ടു. ഉമ്മ വിചാരിച്ചു എന്തിനാ അപ്പോൾ ഇവർ കുറ്റിയൊക്കെ ഇട്ടത്? ഓ എന്താവും, അവർക്ക് എന്തൊക്കെ രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും, ആൺകുട്ടികളൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. അങ്ങനെ അതാ ആ ഒരു ബാഗ് സിനാനെ ഏൽപ്പിക്കുന്നു. എന്നടാ എനിക്കിതുകൊണ്ടിൽ എന്താ ഉള്ളതും അറിയില്ല, എന്ത് സംഭവം ഒന്നും അറിയില്ല, നിനക്കാണ് അറിയുക. കാരണം എനിക്ക് ഈ ബാഗ് അവൾ തന്നു, ഞാൻ എടുത്തു പോന്നു, അതൊക്കെ തന്നെ. എന്നാൽ ഈ നിമിഷം ഉമ്മ എന്തായിരിക്കും അവരുടെ ബാഗിൽ, ഒരു ബാഗും കൊണ്ടാണല്ലോ പോയത്, അതൊന്നും അടുത്ത ടൂറെങ്ങാനും പ്ലാനുണ്ടോ എന്തോ അറിയില്ല, എന്തായാലും വേണ്ടിയില്ല, മക്കൾ നല്ല മട്ടത്തിൽ ജീവിക്കട്ടെ. എന്നാൽ ഈ സമയം സിനാനോട് ജസീൽ കൽപ്പിക്കുകയാണ്, എടാ അത് ഓപ്പൺ ചെയ്ത് നോക്ക്, എന്തൊക്കെയുണ്ട് അറിയാലോ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒക്കെ നോക്ക്. എടാ ഞാൻ അവളുടെ ആഭരണങ്ങളെല്ലാം ധരിച്ച് അവൾ എൻ്റെ അടുക്കിലേക്ക് മണവാട്ടിയായി വന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും അവളുടെ ആഭരണങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഞാൻ നോക്കിയിട്ടേ ഇല്ല. അന്ന് ആ ദിവസം ആ ആദ്യ രാത്രി തന്നെ എൻ്റെ ഉമ്മ എന്നോട് വാതിലിനെ മുട്ടി വിളിച്ചു പറഞ്ഞു, സിനാനെ സിനാനെ. ആ ഉമ്മയാണ് വിളിക്കുന്നത്. ഞാൻ തുറന്നു, വാതിൽ തുറന്നു. എന്തോ ഉമ്മ? മോനെ എടാ പിന്നെ ആ പെണ്ണ് കുറേ പണ്ടും ഇതൊക്കെ ഇട്ട് വന്നതാണ്, അക്കങ്ങോട്ട് ഊരിക്കാട്ടിക്ക. അതെ ഇങ്ങോട്ട് തരാൻ പറ്റൂല, ഇവിടെയൊക്കെ വെച്ചാലേ എങ്ങനെങ്കിലൊക്കെ നഷ്ടപ്പെടും. അത് പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ചാവി എൻ്റെ അടുത്തായിരിക്കും എപ്പോഴും, നിങ്ങൾ പറഞ്ഞാൽ പുറത്തേക്ക് പോകണമല്ലാണ്. അപ്പോൾ ആ പണ്ടങ്ങളൊക്കെ ഒന്ന് ഊരി തന്നാളാ, എന്നാൽ പിന്നെ സമാധാനമായല്ലോ. അന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഊരി വാങ്ങുന്നത് വിചാരിച്ചതേ ഇല്ല. ശരിക്കും മുംതാസ് ആ ആഭരണങ്ങളിട്ട് കൊതി തീർന്നിട്ട് പോലുമില്ല. അതിനു മുമ്പ് തന്നെ അതെല്ലാം അവളത് ഊരി ആ ഒരു പെട്ടികളിലാക്കി കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം
നിറഞ്ഞിരുന്നു. കാരണം മറ്റൊന്നുമല്ല റബ്ബേ, ഒന്നിട്ട് കൊതി തീർന്നത് പോലില്ല ഒരു ദിവസം പോലും. അപ്പോഴേക്കും എങ്കിലും വേണ്ട, ഉമ്മയുടെ അടുക്കലല്ലേ, നല്ല സേഫ്റ്റി ആയിരിക്കും. അവൾ കരുതി എല്ലാ ആഭരണങ്ങളും സിനാനെ ഊരിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ 2 ബോക്സുകളാണ് ഉമ്മയുടെ കൈകളിൽ കൊടുത്തത്. ഉമ്മ അതുമായി പോവുകയും ചെയ്തു. സിനാൻ അത് ആലോചിച്ചു. എടാ, ഞാനൊന്നും അവളുടെ സ്വർണത്തിനെ കുറിച്ച്, ആഭരണങ്ങളെ കുറിച്ച് അതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല, എനിക്കറിയില്ലായിരുന്നു, ഞാൻ നോക്കിയിട്ട് പോലുമില്ല. എന്നാലും നീ അത് ഓപ്പൺ ചെയ്യടാ. അല്ല, നീ ഓപ്പൺ ചെയ്യ്, നിനക്കല്ലേ, നീയല്ല നിനക്ക് ധൈര്യം കാണിച്ചത്, നീ ഓപ്പൺ ചെയ്യേ. മനമില്ലാ മനസ്സോടു കൂടി സിനാൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. അവൻ ഒരു നിമിഷം വിചാരിച്ചു, ഡയമണ്ട് മറ്റൊന്നിലും ഗോൾഡ് മറ്റൊന്നിലും അത് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പോൾ ഇതൊരു ബോക്സായിട്ടാണ് വന്നിട്ടുള്ളത്. അവനത് തുറന്നു നോക്കി. സ്വർണവും ഡയമണ്ടും എല്ലാം കൂടി മിക്സായി കിടക്കുകയാണ്. അതിൽ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും എല്ലാം ഉണ്ട്. അതാകെ വെട്ടിത്തിളങ്ങുന്നു. എടാ, ഇതാണ് എൻ്റെ ഭാര്യയുടെ സ്വർണം. അപ്പോൾ എടാ, 78 ലക്ഷത്തോളം മൂല്യം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പഠിച്ചവൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇവിടെ എത്തിയത്. സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മുഹ്സി, നിൻ്റെ ഇക്ക വരുമെടി, ഇക്ക വരും ഇതൊക്കെയായിട്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇൻഷാ അല്ലാ. സിനാനെ, സമാധാനമായില്ലേ? ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിടന്നിറങ്ങാം. പിന്നെ നാളെ തന്നെ എങ്ങനെ പ്ലാനിങ്? നാളെ തന്നെ നീ പോവുകയാണോ ഇതുമായി? എനിക്കറിയില്ലടാ, ഇതുമായി ഞാനങ്ങ് ചെന്നാലൊരു പക്ഷേ അത് എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, എൻ്റെ പെണ്ണിൻ്റെ അടുക്കലേക്ക് ഇതുമായി ചെല്ലുമ്പോൾ അവൾ സന്തോഷിക്കും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. കാരണം അവർക്ക് വലിയൊരു തുകയുടെ ഗോൾഡാണ് നഷ്ടപ്പെട്ടിരുന്നത്. അത് തിരിച്ചു കിട്ടിയല്ലോ പഠിച്ചോനെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ആ രാത്രി അവൻ ഓരോന്ന് ആലോചിച്ച് കിടന്നു. മുഹ്സിനെ, എൻ്റെ പ്രിയപ്പെട്ട മുഹ്സി, ഇക്കൊക്കെ വരും കേട്ടോ. പൊന്നു മോളുടെ അടുത്തേക്ക് ഇതാ മോളുടെ ആഭരണങ്ങളൊക്കെ ഇക്കാക്കൻ്റെ അടുത്ത് കിട്ടിയേക്കണ്. ഞാൻ അത് കൊണ്ടുവന്ന് തരും. എൻ്റെ കുട്ടി എന്നെ സ്വീകരിക്കാൻ കേട്ടോ. അവൻ ഓരോന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കിടന്നു. എന്നാൽ ഈ സമയം ജസീൽ പറഞ്ഞത് എങ്ങനെയായിരുന്നു? എടാ, എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. എന്താടാ? ഞാനിതുമായി പോവുകയാണ് അവളുടെ അടുക്കലേക്ക്. എന്നിട്ട് അവളെ എൻ്റെ കൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചോളും. എടാ, എനിക്ക് ചെറിയൊരു ഡൗട്ട്. എന്താടാ? അല്ലേ, ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ ആ ഒരു ആഭരണങ്ങളുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവുക, അപ്പോൾ അവരൊരു പക്ഷെ വിചാരിക്കൂലേ നീ തന്നെയാണത് എടുത്തതെന്നെങ്ങാനും? അല്ല, അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അറിയുന്നില്ലടാ. എനിക്ക് എൻ്റെ പെണ്ണിനെ വിചാരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനോ ഒന്നിനും കഴിയണില്ല. ഞാൻ എന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കിട്ടണം. പക്ഷെ അതിനു മുമ്പായിട്ട് അവർ ഡൈവേഴ്സ് ചെയ്ത് അവളെ വേറെ കല്യാണം കഴിപ്പിക്കും എന്നുള്ള കാര്യം എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസത്തേക്കാണ്. അവൾ എൻ്റെ പെണ്ണാണ്, അവൾക്ക് എന്നെ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ. എടാ, പക്ഷേ കണ്ണകന്നാൽ കൽബകലും എന്നൊരു ചൊല്ലുണ്ട്, ഈ കേട്ടിക്കണോ? കുറേ ദിവസമല്ലേ നിങ്ങൾ കണ്ടിട്ട്. പിന്നെന്ന് വെച്ചാൽ ഉപദ്രവിച്ചു വന്നതിൻ്റെ പേരിലും മോഷ്ടിച്ചു വന്നതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും നിനക്കെതിരെ വന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവളുടെ മനസ്സിൽ ചെറിയൊരു വിള്ളൽ വീണിട്ടുണ്ടാവും ആ സ്നേഹത്തിന്. അപ്പോൾ നീ അങ്ങനെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിൻ്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാട്ടോ, ഞാനൊന്നും പറയണില്ല, കാരണം നിൻ്റെ അവസ്ഥ എനിക്കറിയാം. എടാ, ഞാൻ നാളെ പോവാണ്. എനിക്ക് നാളെ രാവിലെ തന്നെ അവളുടെ അടുക്കലെത്തണം. വേഗം പോയിട്ട് അവളുടെ ആ ഒരു ആഭരണങ്ങൾ കൊടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനാനെ, ഞാൻ നിന്നെ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്, പക്ഷേ എന്തും നിനക്ക് ഉൾക്കൊള്ളാനുള്ളൊരു മനക്കരുത്ത് വേണം. എടാ, ഇനി എന്താ എനിക്ക് ഉൾക്കരുത്ത്? ഞാൻ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും നീ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഒരിക്കലും പതറിപ്പോകരുത്. അഥവാ നിൻ്റെ കൂടെ അവളെ വിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും നിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ ആഭരണങ്ങളോട് കൊടുക്കുക, തിരികെ പോരുക. അല്ലാതെ ഒരിക്കലും നീ ടെൻഷൻ ആവരുത്. അതാണ്, ആണത്തുണ്ടെങ്കിൽ നീ അത് ചെയ്യണം. ഒരു പക്ഷേ നിൻ്റെ കൂടെ വിടാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് പറയാം, തിരിച്ചു പോരണം ആ ആഭരണങ്ങൾ അവിടെ കൊടുത്തുകൊണ്ട്. അല്ലാതെ അവിടെ പോയി നീ കരഞ്ഞ് യാചിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല.
നിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുക പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് അവിടെ സേഫ്റ്റി അല്ല, അല്ലെങ്കിൽ നിന്നെ അവർ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം തിരിച്ചു പോരണം, ഗോൾഡ് അവിടെ കൊടുത്തിട്ട്. അത് എനിക്ക് പറയാനുള്ളൂ. കൂട്ടുകാരൻ്റെ ആ ഒരു വാക്കുകൾ സിനാൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കൺഫ്യൂഷനാക്കി. പഠിച്ചോനെ, എന്ത് ചെയ്യുക? പോകണോ പോകാതിരിക്കണോ? എൻ്റെ പെണ്ണിൻ്റെ ആ മുഖം ഒന്ന് കാണുവാൻ എനിക്ക് പോകാതിരിക്കാനും വയ്യ. സിനാൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു. എന്തായാലും വേണ്ടില്ല, രണ്ടും കൽപ്പിച്ച് നാളെ പോകുന്നേ. എനിക്ക് കഴിയില്ല, അവളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആരൊക്കെ തന്നെ എതിർത്താലും ഞാൻ പോകും ആഭരണങ്ങളുമായി. സിനാനത മനസ്സിൽ ആ ഒരു ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും വേണ്ടില്ല എൻ്റെ മുഹ്സി, നിൻ്റെ ഇക്ക നാളെ വരുടി എൻ്റെ പൊന്നുമോളെ കാണാൻ. ഇതാ പൊന്നുമോളെ ആഭരണങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരിക്കലും വിഷമിക്കണ്ട. എൻ്റെ കുട്ടിയെ കാണാൻ ഇക്ക നാളെ വരും. സിനാന് ആകാംക്ഷയോടെ സന്തോഷത്തോടെ തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിയുടെ ആ മുഖം ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.